ദൈവരാജ്യ വയലിൽ ഇതാ കാലഘട്ടത്തിനൊത്ത് അനേകം വൈദികർ തളരാതെ മുന്നേറുന്നു. സ്വർഗീയ കൃപകളാൽ ഇവർ ഉജ്ജ്വലിക്കുന്നു. ഇത് ഫാദർ ഡോക്ടർ രാജീവ് മൈക്കിൾ OCD സഭയുടെ കീഴിൽ എറണാകുളം മഞ്ഞുമ്മൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അനേകം ജീവിതങ്ങൾക്ക് ആശ്വാസമായി സുവിശേഷ ചൈതന്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ. തൻ്റെ ദൈവവിളി അനുഭവങ്ങളും മനഃശാസ്ത്ര സംബന്ധമായ തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും രാജീവച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. രാജീവച്ച, അച്ഛനോടൊപ്പമുള്ള ജോഷുവ പ്രോഗ്രാമിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശാലോം ടിവിയുടെ ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൽ ആദ്യ എപ്പിസോഡിൽ അച്ഛൻ്റെ പങ്കുവയ്ക്കലുകൾ വളരെ ഹൃദ്യമായിരുന്നു. പ്രത്യേകിച്ച് ഫാദർ രാജീവ് മൈക്കിൾ. അച്ഛൻ പള്ളുരുത്തി ജനിച്ചു, ഇപ്പോൾ പെരുമ്പാവൂരിൽ താമസിക്കുന്നു വീട്ടുകാരെല്ലാം. അച്ഛൻ്റെ മാതാപിതാക്കൾ അച്ഛൻ ആത്മീയമായ വളർച്ചയിൽ പ്രത്യേകിച്ച് അമ്മ എങ്ങനെ സഹായിച്ചു, അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയും എങ്ങനെ സഹായിച്ചു എന്നുള്ളത്. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, അച്ഛൻ KJ മൈക്കിൾ എന്ന് പറയുന്ന ഒരു പക്ഷേ അവാർഡ് ജേതാവ്, പ്രത്യേകിച്ച് നാടക സംഗീതത്തിൽ അല്ലേ അവാർഡ് നേടിയ ആളാണ് അപ്പച്ചൻ. എല്ലാവർക്കും അറിയാവുന്ന പരിചിതനായ ഒരാളാണ്. അമ്മയും റെജിന ടീച്ചറെന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന അമ്മയുടെയും ഒക്കെ വലിയ സ്വാധീനം അച്ഛനെ എങ്ങനെ സഹായിച്ചു. അതുപോലെ മറ്റൊരു മേരി ടീച്ചർ അച്ഛൻ്റെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിച്ചു എന്ന് അച്ഛൻ പറയായിരുന്നു. അതിനുശേഷം 10ാം ക്ലാസ്സിൽ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ആ ഒരു വേർപാടിൽ സങ്കടം ഉണ്ടായിരുന്നെങ്കിലും, അല്ലെങ്കിൽ മാറി നിൽക്കാൻ പോകുന്നതിൽ സങ്കടം ഉണ്ടായിരുന്നെങ്കിലും, അച്ഛൻ്റെ ആ ഒരു ദൈവഹിതമാണെന്നുള്ള തിരിച്ചറിവ്, ബൈബിൾ വായിച്ച കാര്യവും ഒക്കെ അച്ഛൻ പറയുമായിരുന്നു. അങ്ങനെ ദൈവഹിതമാണ് തിരിച്ചറിഞ്ഞപ്പോൾ OCD സഭയിൽ സെമിനാരി ജീവിതത്തിൽ ചേർന്നും 13 വർഷത്തെ സെമിനാരി ജീവിതത്തിന് ശേഷം വൈദികനായിട്ട് ഇപ്പോൾ 15 വർഷമായി. ഇതിനിടയിൽ അച്ഛൻ 2 മാസ്റ്റേഴ്സ് പഠിച്ചു അല്ലേ, MA ലിറ്ററേച്ചർ ഇംഗ്ലീഷിലും MA സൈക്കോളജിയും പഠിച്ചു. അതിനുശേഷം നിംഹാൻസിൽ അഡ്മിഷൻ കിട്ടിയതാണ് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായിട്ട് അച്ഛൻ പറയുമായിരുന്നു. പഠിച്ചൊരുങ്ങി പോയിട്ടും പഠിച്ചൊരുങ്ങിയതല്ല, ദൈവം എഴുതിച്ചത് എഴുതേണ്ടി വന്നൊരു സാഹചര്യത്തെക്കുറിച്ചാണ് അച്ഛൻ പറഞ്ഞത്. MPhilലും ഡോക്ടറേറ്റും ചെയ്തിരുന്നു. ഡോക്ടർ ഫാദർ രാജീവാണ്. ഇന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം അച്ഛൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർക്കണം. ഒന്ന്, അച്ഛനൊരു അസുഖം ഉണ്ടായ സാഹചര്യം, ആ അസുഖത്തിൽ ദൈവം ഭംഗിയായിട്ട് ഇടപെട്ട് ഒരു കുഴപ്പമില്ലാതെ അത് സൗഖ്യപ്പെടുത്തിയതും. അതുപോലെ അച്ഛൻ്റെ ഈ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു തലത്തിലൊക്കെ അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. ജീസസ് മൈ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ആ ഒരു ദൈവാശ്രയത്തിൽ ഇന്നും അച്ഛനുണ്ട്. എൻ്റെ ഒരു ചോദ്യം, ഇതൊക്കെ കേൾക്കുമ്പോഴും അച്ഛനോടുള്ള എൻ്റെ ഒരു ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ, ഒരു വൈദികന് ഇന്നത്തെ ജീവിതത്തിൽ സാഹചര്യത്തിൽ ഈ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി, അസാധ്യമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. വിശുദ്ധരായ ധാരാളം വൈദികർ അല്ലെങ്കിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് നമ്മുടെ വൈദികരിലേറെ എല്ലാവരും തന്നെ. പക്ഷേ എങ്കിലും എളുപ്പമല്ലല്ലോ. എങ്ങനെയാണ് അച്ഛാ ഇത് സാധ്യമാവുന്നത്? ഈ വിശുദ്ധിയുള്ള ജീവിതം എങ്ങനെ സാധ്യമാവുന്നു? അതിൽ വെല്ലുവിളികളില്ലേ? എങ്ങനെയാണ് അച്ഛൻ അതിനെ, എന്താണ് അച്ഛൻ അതിനുള്ളൊരു ശക്തി? വിശുദ്ധി എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. താങ്കൾ പറഞ്ഞത് ശരിക്കും വളരെ പ്രധാനമാണ്. പിന്നെ വിശുദ്ധിയുടെ ഒരു കാഴ്ചപ്പാട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രയത്നം കൊണ്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് അല്ലേ. അപ്പോൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നു, അവിടുത്തെ കരുണയോട് ചേർന്ന് നിൽക്കുന്നു. അങ്ങനെയുള്ളൊരു അനുഭവമാണ് നമ്മുടെ വിശുദ്ധി. കുറവുകളുണ്ട്, തെറ്റുകൾ സംഭവിക്കുന്നു. പക്ഷേ വീണ്ടും ചെന്ന് നിൽക്കുമ്പോഴേക്കും തെറ്റുകളുള്ള ഒരാളെ പോലെ അല്ല നമ്മൾ സ്വീകരിക്കപ്പെടുന്നത്. അത് സഭയുടെ മുഴുവൻ അനുഭവം. സഭ വിശുദ്ധിയാണെന്ന് പറയുന്നത് സഭയ്ക്ക് എന്തെങ്കിലും ഗുണങ്ങളുള്ളത് കൊണ്ടല്ല, സഭയുടെ തലവനായ ഈശോ അതിനെ വിശദീകരിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മുടെ ധൈര്യം. അപ്പോൾ ഈശോയുമായുള്ള ബന്ധത്തിൽ എപ്പോഴും ഒരേ ആ ഒരു ലെവലിൽ നിൽക്കാൻ സാധിച്ചിട്ടൊന്നുമില്ല, എളുപ്പമല്ല. പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ ബുദ്ധി ചിലപ്പോൾ പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും, സംശയങ്ങൾ വരും, വിശ്വാസത്തിൽ പരീക്ഷണങ്ങൾ വരും. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോഴും തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ആ കൃപ നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണത്. ഇങ്ങോട്ട് കിട്ടുന്നൊരു കാര്യം നമ്മൾ ചെയ്യുന്നതല്ല. എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടിട്ടുള്ളത്, വിശ്വാസം നിലനിൽക്കാൻ ഏറ്റവും ഉപകാരപ്പെട്ടുള്ള കാര്യം തിരുവചനമാണ്. അതായത് എന്തൊക്കെ കാര്യങ്ങളിൽ പ്രയാസങ്ങളുണ്ടായാലും ഒരു നിമിഷം ഒരു ബൈബിളിൽ ഏതെങ്കിലും ഒരു വചനം നമ്മളെ തിരിച്ചു വിളിക്കും. അത് ഓർക്കപ്പുറത്തൊക്കെ ആയിരിക്കും. നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കില്ല. ചിലപ്പോൾ ഒരു കുർബാനയിലെ ഒരു പതിവേന സങ്കീർത്തനത്തിലെ ഒരു വാക്കായിരിക്കാം. എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഈ വാക്ക് നിനക്ക് വേണ്ടിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വചനം എനിക്ക് കിട്ടാറുണ്ട്.
പ്രത്യേകിച്ചും ഞാൻ പിന്മാറിപ്പോകുന്നു, ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുന്നു തോന്നുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെ എന്നെ തിരിച്ചു വിളിക്കുന്നത് തിരുവചനമാണ്. ആ വിശ്വാസം എനിക്കൊരിക്കലും ഒരു കാരണവശാലും നഷ്ടപ്പെടുന്നുമില്ല. ആ തിരുവചനം എന്നെ നയിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്ക് എപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നല്ല ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. വചനം എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈശോ തിരുവചനമാണ്, ആ ബോധ്യം എനിക്കുണ്ട്. സന്തോഷം അച്ഛാ. കാരണം ഞാൻ അച്ഛൻ ആദ്യം മുമ്പ് പറഞ്ഞപ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കുകയാണ് വിശുദ്ധിക്കുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഈ ചേർന്ന് നിൽപ്പ് സാധ്യമാകുമെന്ന് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ഛൻ തന്നെ പറഞ്ഞത്. ദൈവവചനം അച്ഛനെ അതിന് സഹായിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ ഏറെ സന്തോഷം. അച്ഛൻ ഞാൻ ഒരു ചോദ്യം ഇതുള്ളത്, അച്ഛൻ ധാരാളം പഠിച്ചു. ഈ പഠനം ഒരു വൈദിക ജീവിതത്തിന് ഉപകാരപ്രദമാണോ, അത്യാവശ്യമാണോ, ആവശ്യമാണോ? ഓക്കെ, നല്ല ചോദ്യമാണ്. എന്താണ് പലപ്പോഴും പിന്നെ ഡോക്ടറേറ്റുകൾ, ബിരുദങ്ങൾ നേടുന്നത് ഒരു വലിയ ഒരു കാര്യം പോലെ ഒരുപക്ഷെ മനുഷ്യർ വിചാരിക്കുന്നുണ്ടാവാം. അത് കുറ്റം പറയാൻ പറ്റില്ല. അതിനകത്ത് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മുടെ തന്നെ അധ്വാനം, അത് മോശമായ കാര്യമൊന്നുമല്ല, നല്ല കാര്യം തന്നെയാണ്. എന്നാലും വൈദിക ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, വൈദിക ജീവിതത്തെയാണ് ഒരാൾ വിലമതിക്കുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈദിക ശുശ്രൂഷയാണ്. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, പലപ്പോഴും സന്യാസ വൈദികരോട് സംസാരിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു മറ്റേ വശം, അതായത് എൻ്റെ വിളി എന്ന് പറയുന്നത് വൈദികൻ്റെ വിളിയും സന്യാസ വിളിയും കൂടി ചേർന്ന വിളിയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് രണ്ടിനും ഒരേ പ്രാധാന്യം. വൈദികൻ്റെ സമർപ്പണവും ശുശ്രൂഷയും സന്യാസ ജീവിതത്തിലുള്ള ഈശോയുമായുള്ള ബന്ധത്തിലുള്ള ആ സമർപ്പണം, സന്യാസ സമൂഹത്തിൽ സമർപ്പണം, അത് രണ്ടുമാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ സാഹോദര്യം അനുഭവിക്കുക. ഞാനിപ്പോൾ കർമ്മലിത്ത സഭയുടെ ഭാഗമായിട്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതിന് സഭ എനിക്ക് തന്ന ഒരു വലിയ ഗിഫ്റ്റാണ്. പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു. അത് ഒരു പക്ഷേ മാക്സിമം ഞാൻ ഉപയോഗിക്കുന്നില്ല തീർച്ചയായിട്ടും, എന്നാലും ആ പാഠങ്ങൾ എനിക്കുണ്ട്. കുറച്ചൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച സമയങ്ങളുണ്ട്, കുറവുള്ള സമയങ്ങളുണ്ട്, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം. മറുവശത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു കൃപയാണ് സാഹോദര്യം. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന, എന്നെ സ്വന്തമായിട്ട് കാണുന്ന വലിയൊരു സമൂഹം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അവരുടെ ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പഠനം മറ്റതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന, അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ ലിറ്ററേച്ചർ ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ ഡിഗ്രിയിൽ ചെയ്തത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. ഞങ്ങൾക്ക് അന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നോട് PG ചെയ്യാൻ പറഞ്ഞു. ഞാനത് ചെയ്തു. അന്ന് പ്രൈമറി ഫോക്കസ് അവിടുത്തെ ശുശ്രൂഷയായിരുന്നു. അതായത് മിണ്ടാമത്തിലെ കന്യാസ്ത്രീമാർക്ക് വേണ്ടി അവരെ പഠിപ്പിക്കുക, അവർക്ക് വേണ്ട ശുശ്രൂഷ, അതായിരുന്നു പ്രൈമറി ഫോക്കസ്. അതിനോടൊപ്പം പഠിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ലൊരു ഡിഗ്രി എടുക്കണം. ഞാൻ കഴിവുള്ള ആളാണെന്നൊരു അഹങ്കാരം എനിക്കുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം 10ാം ക്ലാസ്സിൽ ഞാൻ ഞങ്ങളൊന്ന് സെമിനാറിൽ ചേരുമ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, സ്കൂളിൽ നിന്ന് റാങ്ക് കിട്ടി വന്ന ആൾ. അപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ എപ്പോഴും മുമ്പിൽ നിന്നിട്ടുള്ള ആളാണ്. എല്ലായിടത്തും എനിക്ക് എപ്പോഴും അങ്ങനെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലെവലിൽ എന്തെങ്കിലും പഠിക്കണം എന്നൊക്കെ ഒരു ചിന്ത എനിക്കുണ്ട്. ശരിയാണോ തെറ്റാണോ അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ആ അച്ഛനോട് നിമാൻസി പഠിച്ചുകൊണ്ടെന്ന് വെച്ചപ്പോഴേക്കും കൊള്ളാലോ, ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ ഞാൻ പഠിക്കുന്ന നല്ല കാര്യം, എൻ്റെ കഴിവനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചു സ്വാഭാവികമായിട്ടും. പക്ഷേ MPhil ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണമെന്നറിയില്ല. കാരണം രാവിലെ 8 മണി തുടങ്ങിയ വൈകുന്നേരം ഒരു 8-9 മണി വരെ നമ്മൾ ഹാർഡ് വർക്ക്. അത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഭയങ്കര ഹാർഡ് വർക്കാണ്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് ശരിക്കും സ്ട്രഗിളായിരുന്നു, കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എന്നെ വിട്ടിരിക്കുന്നത് MPhil ചെയ്യാൻ മാത്രമല്ല, ഡോക്ടറേറ്റ് വാങ്ങി വരാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഡോക്ടറേറ്റിന് വീണ്ടും എൻട്രൻസ് എഴുതണമെന്നും വീണ്ടും അതൊന്നും ഒരു പക്ഷേ എൻ്റെ അച്ഛന്മാർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ MPhilൻ്റെ അവസാനമാകുമ്പോഴേക്കും PhDക്കുള്ള എൻട്രൻസ് ഉണ്ട്. ഞാൻ അതിന് പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രിപ്പയർ ചെയ്തില്ല. കാരണം MPhil നിമാൻസ് ചെയ്യുന്ന ആൾക്ക് PhD ഈസി ആയിട്ട് കിട്ടും. അതുകൊണ്ട് എനിക്ക് ഓൾറെഡി എനിക്ക് സാധിക്കുന്നൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എഴുതി. MPhilന് പ്രിപ്പയർ ചെയ്ത പോലെ ഞാൻ PhDക്ക് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അറിയാവുന്നൊരു വിശ്വാസത്തിലാണ് എഴുതി കഴിഞ്ഞ് വന്നപ്പോഴും എനിക്ക് നല്ല കോൺഫിഡൻസ്. ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും ഞാൻ ഉത്തരം എഴുതിയിട്ടുണ്ട്. അത് ഈസി ആയിട്ട് കിട്ടേണ്ടതാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ സെലക്ഷൻ വന്നപ്പോഴേക്കും എനിക്ക് 7ാമത്തെ സ്ഥാനമായിരുന്നു. കഴിഞ്ഞ വർഷം 8 പേരെ സെലക്ട് ചെയ്തിരുന്നു. ഈ വർഷം അവർ 6 ചുരുക്കി. അപ്പോൾ ഞാൻ 7ാമത്തെ ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു പക്ഷേ സെലക്ഷൻ കിട്ടാതെ പോകാം, അവർക്ക് മറ്റൊരു ഓപ്ഷൻ വന്നെന്ന് വരാം. അപ്പോൾ കുറച്ച് പേര് കൂടി വരും അവിടെ എൻട്രൻസിന്. അപ്പോൾ അങ്ങനെ കയറി വരുമ്പോൾ 7ാമത്തെ ആൾ ഒരു പക്ഷേ കയറുമെന്നൊരു ചെറിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ 6ാമത്തെ ആളും കയറി തിരിച്ചിറങ്ങി വന്നു. എന്നിട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ടാണ് ഇറങ്ങി പറഞ്ഞത്. എനിക്ക് ആ സമയത്ത് PhDക്ക് എൻട്രൻസ് കിട്ടിയില്ല.
അപ്പോൾ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത്, എന്നെ എന്തിനു വേണ്ടി വിട്ടോ അതെനിക്ക് നേടാൻ പറ്റിയിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ എന്താണ് അത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് അവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടർ സീമ മെഹ്റോത്ര, പോസിറ്റീവ് സൈക്കോളജിയുടെ ചാർജായിട്ടുള്ള ഡോക്ടറാണ്. ഞാൻ വളരെ കോൺഫിഡൻസ് ഫ്രീഡം ഉള്ള ഒരാളാണ്. ഞാൻ ഷെയർ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. മാഡം പറഞ്ഞു, എൻ്റെ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യൂ, നമുക്ക് പ്രോജക്റ്റിൽ നിന്നിട്ട് പിന്നീട് നമുക്ക് എൻട്രൻസ് എഴുതാം, അപ്പോൾ അടുത്ത 6 മാസം കഴിയുമ്പോൾ എൻട്രൻസിൽ ക്ലിയർ ചെയ്യാം, അതുവരെ ഇതിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിച്ചു, ചോദിച്ചു, എനിക്ക് പെർമിഷനൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്, അതൊരു യൂത്തിന് വേണ്ടിയുള്ള പ്രോജക്റ്റാണ്, റോഡ് സേഫ്റ്റി പ്രൊമോഷന് വേണ്ടിയുള്ള പ്രോജക്റ്റാണ്, അതിലെനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എൻട്രൻസ് എഴുതി 6 മാസം കഴിഞ്ഞപ്പോൾ. അന്ന് എനിക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് ഞാൻ കയറുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നീട് PhD കയറുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഞാൻ ആദ്യം എനിക്ക് അന്ന് 6ാമത്തെ സ്ഥാനത്ത് ഞാൻ പോയിരുന്നെങ്കിൽ ഞാൻ വീണ്ടും PhD ചെയ്യും. സാധാരണ മറ്റു കുട്ടികൾ ചെയ്യുന്ന പോലത്തെ ഒരു PhD ചെയ്ത് ഒരു ക്ലിനീഷ്യനായിട്ട് ഞാൻ പുറത്തു വരും. അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രൈമറി ഫോക്കസ് കൗൺസിലിംഗ് ചെയ്യുക, ക്ലിനിക്കൽ തെറാപ്പികൾ ചെയ്യുക, ഇൻഡിവിജ്വലായിട്ടുള്ള കെയർ ചെയ്യുക, അതായിരിക്കും എൻ്റെ ഫോക്കസ്. പക്ഷേ ഡോക്ടർ സീമയുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. അത് ന്യൂമാൻസിൻ്റെ അകത്ത് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അല്ലായിരുന്നു. മറിച്ച് പുറത്ത് പോയിട്ട് കോളേജുകളിലും മറ്റ് സ്ഥലങ്ങളിലും പോയിട്ട് മാനസിക ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്ന പ്രോഗ്രാമുകൾ ചെയ്യുന്ന, അതിനാണ് ഊന്നൽ കൊടുത്തിരുന്നത്. പ്രത്യേകിച്ച് യൂത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നതോടുകൂടി എനിക്ക് വലിയൊരു സാധ്യത എൻ്റെ മുമ്പിലുണ്ടെന്നുള്ള തിരിച്ചറിവ് വന്നു. അതായത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ നമ്മൾ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് അത് കുറേയൊക്കെ ഉണ്ട് എന്നാണ്. പക്ഷേ മനസ്സിലായി വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് അധികം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതായത് ഒരു 10,000 പേർക്ക് ആവശ്യമുണ്ടെങ്കിൽ, ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ, ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ 10 പേർക്കുള്ള ആൾ പോലും അവൈലബിൾ അല്ല. നമുക്കറിയാം, ഡോക്ടർമാർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ അവൈലബിൾ അല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടുതൽ പേര് ആവശ്യമുണ്ട് എന്ന് വെച്ച് നമുക്ക് ഒരു കാരണവശാലും എത്രയൊക്കെ സെൻറ്റേഴ്സ് ഉണ്ടായാലും മതിയായ അളവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും എന്താ ചെയ്യേണ്ടിരുന്നത്, ഈ മനുഷ്യരെ അവർക്ക് ഒരു മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കുക, അവരുടെ തന്നെ മാനസിക ആരോഗ്യത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതാണ് പ്രധാനം. ഇത് മെൻ്റൽ ഹെൽത്ത് പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ ഒരു വശം, നമ്മളിപ്പോൾ 10 പേർക്ക് മാനസിക പ്രശ്നങ്ങളിൽ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതിലൊരാൾ മാത്രമാണ് ശരിയായ ഒരു ചികിത്സ തേടിപ്പോകുന്നത്. ബാക്കി 9 പേരും ഒന്നെങ്കിൽ ചികിത്സകൾ തേടുന്നില്ല, തെറ്റായ മനസ്സിലാവുന്നില്ല. ആദ്യത്തെ കാര്യം എനിക്ക് മനസ്സിലാവണം, ഞാൻ ഏത് വിധത്തിലുള്ള പ്രശ്നത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത് എങ്ങനെയുള്ള ഒരു ഹെൽപ്പാണ് ആവശ്യമുള്ളത്, അതിനെക്കുറിച്ച് ധാരണ വേണം. തെറ്റിദ്ധാരണകളാണ് കൂടുതലുള്ളത്. കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പലപ്പോഴും തെറ്റായിട്ടാണ് ഗൈഡ് ചെയ്യുന്നത്. പിന്നെ എത്തിപ്പെടുന്ന സ്ഥലങ്ങളാണെങ്കിലും ശരിയായ വിധത്തിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന കൗൺസിലിങ്ങിൻ്റെ മേഖലയല്ല. അതിനപ്പുറത്തേക്ക് ഒരു ബോധവൽക്കരണത്തിൻ്റെ ഒരു വലിയ ഉദാഹരണം, പാരൻസിന് അറിയണം കുട്ടികളെ ഓരോ പ്രായത്തിലും എന്താണ് അവരുടെ രൂപീകരണം സഹായിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു വലിയൊരു വേൾഡാണ് മറ്റേ 6 മാസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലായി. 6 മാസത്തെ തുടർന്ന് പിന്നെ ഞാൻ PhD ചെയ്യുന്ന അവിടെ തന്നെയാണ്. എൻ്റെ പ്രോഗ്രാം ഞാൻ ചെയ്ത PhD യൂത്തിൻ്റെ മെൻ്റൽ ഹെൽത്ത് പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് ഫോക്കസ് എനിക്ക് ശരിക്കും കിട്ടിയത് ഈ കാരണം കൊണ്ടാണ്. അത് പതുക്കെ മനസ്സിലാവുന്നത്. അച്ഛൻ്റെ പറയുമ്പോൾ തന്നെ വളരെ ക്ലിയറാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ വിളി എന്താണെന്ന് തിരിച്ചറിവുള്ള ഒരാൾക്ക് ബാക്കിയെല്ലാം അതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന നല്ല കാര്യങ്ങളാണ്. വിളി തിരിച്ചറിഞ്ഞൊരു വൈദികന് വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ഉപകാരപ്പെടും, അല്ലേ? പ്രൊഫഷണലിസം അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വളരെ കാര്യമായി ഉപകാരപ്പെടും. അല്ലെങ്കിൽ അതൊരു ഡിഗ്രിയായി മാത്രം നിൽക്കാം. അച്ഛൻ പറയുമ്പോൾ വളരെ ക്ലിയറാണ്. വെറുതെ എന്തിനും ഞാൻ ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചു എന്നതല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്ന് ദൈവം ഇന്ന സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കി തന്നു എന്ന് അച്ഛന് തിരിച്ചറിവുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒന്നും അച്ഛന് ഒരിക്കലും അത് ഒരു വേസ്റ്റല്ല. തീർച്ചയായിട്ടും അത് ഈ ഒരു പ്രേക്ഷിത ജീവിതത്തിൽ വളരെ വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണെന്നാണ് എനിക്ക് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത്. ഞാൻ ഒറ്റ കാര്യം, അച്ഛൻ്റെ ഒരു കുടുംബം ഒരു സംഗീതം ഒരു ഇതിൽ അനുഗ്രഹിക്കപ്പെട്ട ഫാദർ പാടും, അമ്മ എഴുതും. ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ അച്ഛന് ഞാൻ ഈ കാര്യങ്ങളിലേക്കൊക്കെ വീണിട്ടുണ്ട്. എൻ്റെ ഫാദർ ഇപ്പോഴും പാടുന്നുണ്ട് കേട്ടോ. ഫാദറിന് ഇപ്പോൾ 74 ഇയേഴ്സാണ്. അദ്ദേഹം ഇങ്ങനെ പല വിധത്തിലുള്ള അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുള്ള ആളാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പോയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഗസൽ ഗാനങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ ഗസൽ പ്രോഗ്രാമുകൾ നടത്തുക, അതൊക്കെ ചെയ്യും. ചിലപ്പോൾ ഞാനൊക്കെ കൂടാറുണ്ട്. ചെറിയ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ കൂടെ ഇരുന്ന് ഞാനും കൂടാറുണ്ട്.
ഇപ്പം എന്താണ് ഈ പ്രാർത്ഥന ഇതില്ലേ എന്താണ് ആത്മീയ ഗാനങ്ങൾ എഴുതിയിട്ട് ഗസൽ ട്യൂൺ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ട്യൂണിൽ അത് എഴുതിയിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്ന അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രായത്തിലും അവർ ആക്റ്റീവാണ്. അമ്മച്ചിയാണെങ്കിൽ ഞാൻ പറഞ്ഞു എഴുതുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഞാൻ ഫിലോസഫി പഠിക്കുന്ന കാലം മുതൽ എഴുതാൻ തുടങ്ങിയായിരുന്നു. എനിക്ക് മറ്റൊരു അച്ഛൻ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ബ്രദറായിരുന്നു പ്രചോദനം. അഭിലാഷ് നല്ല എഴുത്തുകാരനാണ്. അന്ന് എൻ്റെ ജൂനിയറായിട്ടുണ്ടായിരുന്നു. അഭിലാഷിൻ്റെ പ്രചോദനം കൊണ്ട് ഞാൻ എഴുതാൻ തുടങ്ങി. അന്ന് ബോബി അച്ഛൻ എഴുതുന്ന മനുഷ്യൻ സ്നേഹിക്കുന്ന ഒരു പുസ്തകം ഇങ്ങനെ പ്രചരിച്ച് വരുന്നേ ഉള്ളൂ. ആദ്യ കാലഘട്ടങ്ങളിൽ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ കൂടിയാണ് അഭിലാഷ് വരുന്നത്. ബോബി അച്ഛനായിട്ട് അടുപ്പമുണ്ട്. അങ്ങനെ എഴുതുമായിരുന്നു. അങ്ങനെ മിക്കവാറും 2-3 എപ്പിസോഡ് ഇലക്കത്തിൽ ഒരെണ്ണം ഞാൻ ആർട്ടിക്കിൾ എഴുതുമായിരുന്നു. ജീവരക്ഷയിൽ ഞാൻ എഴുതുമായിരുന്നു സെമിനാരിലുള്ള സമയത്ത്. അത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്ന് മുതൽ എഴുത്തെനിക്കുണ്ട്. പിന്നീട് എന്താണ് ഇപ്പോൾ ഞാൻ കൂടുതൽ എഴുതുന്നത് മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഴുത്തുകളാണ് കുറച്ചുകൂടി കൂടുതൽ എഴുതുന്നത്. ചെറുപുഷ്പത്തിൽ എഴുതുന്നുണ്ട്. പുസ്തകമൊക്കെ എഴുതണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ അറിവ് കൊടുക്കാൻ സഹായിക്കുന്ന നമുക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ എഴുത്തൊരു മേഖലയുണ്ട്. മറുവശത്ത് സംഗീതവും എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. എല്ലാവരും എന്നെക്കുറിച്ച് പറയാറുള്ളൊരു കാര്യം പാട്ടിൻ്റെ കാര്യമാണ് ആദ്യം പറയുക. അപ്പം അങ്ങനെ അതുണ്ട്. പക്ഷേ ഞാൻ സ്കൂളിലൊക്കെ ഉള്ളപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ പാടുമായിരുന്നു. സമ്മാനങ്ങളൊക്കെ ഡിസ്ട്രിക്ട് ലെവൽ വരെയൊക്കെ എനിക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ സെമിനാറിൽ ചേർന്ന ശേഷം എൻ്റെ ശബ്ദത്തിന് മാറ്റം വന്നു. ഒരു ഫെമിനൈൻ വോയിസിൽ നിന്ന് സ്ട്രോങ് വോയിസിലേക്ക് തിരിയുന്ന സമയമുണ്ടല്ലോ. അന്ന് എനിക്കത് ട്രെയിൻ ചെയ്തെടുക്കാൻ സാധിച്ചില്ലെന്ന് തോന്നുന്നു. പാടാം, പക്ഷേ ഞാൻ അങ്ങനെ നല്ല പാട്ടുകാരനായിട്ട് അറിയപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഹാർമോണിയം വായിക്കുക, കീബോർഡ് വായിക്കുക, കമ്പോസ് ചെയ്യുക. അങ്ങനെ എപ്പോഴും കൊയറിൻ്റെ ചാർജൊക്കെ ആയിരുന്നു. പാട്ട് എഴുതിയിട്ടുണ്ടോ? പാട്ട് എഴുതിയിട്ടുണ്ട് കുറച്ച്. അതിൽ കൂടുതൽ ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ ട്യൂൺ ചെയ്തിട്ടുണ്ട്. തിയോളജി വെച്ച് ഞങ്ങളൊരു ആൽബം ചെയ്തിട്ടുണ്ട്. അഭിലാഷ് എഴുതി ഞാൻ ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു കാസറ്റ് ദിവ്യപ്രശാന്ത് എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഇറക്കിയായിരുന്നു. അങ്ങനെ ഒരുപാട് സ്പ്രെഡ് ചെയ്തൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അല്ലാതെയും ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ മ്യൂസിക് കമ്പോസിഷൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യാൻ. ഞാൻ അച്ഛൻ മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മൾ അച്ഛൻ ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അല്ലേ, OCD സഭയുടെ തന്നെ മഞ്ഞുമേലുള്ള ആശുപത്രിയിലും പിന്നെ തിയോളജി സെമിനാരിയുടെ രജിസ്ട്രാർ എന്നുള്ള ചാർജും ഒക്കെയാണ്. അതിൽ ഞാൻ ആശുപത്രിയിലേക്ക് പോകാനാണ് എനിക്കിഷ്ടം. ആ ആശുപത്രിയിൽ ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് അച്ഛൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു വൈദികൻ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ടിരിക്കുമ്പോൾ എങ്ങനെ അത് ആളുകളെ സഹായിക്കാൻ നമുക്ക് പറ്റുന്നു? അതെങ്ങനെ അച്ഛൻ എന്ത് തോന്നുന്നു? അപ്പോഴത്തെ ഒരു ഫീൽ. ഞാൻ ഉൾപ്പെട്ടാണ് ഇരിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു. എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു കാര്യം, എല്ലാവരും വരും. ഇത് ക്രിസ്ത്യാനികൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ഹോസ്പിറ്റൽ. മറ്റ് മതത്തിലുള്ളവർ വരുമ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛനായതുകൊണ്ടാണ് ഞങ്ങൾ വന്നതെന്ന്. അപ്പോൾ അത് ഭയങ്കര നമുക്ക് ടച്ചിങ്. അവർക്കൊരു ട്രസ്റ്റ് ഉണ്ട്, അവർക്ക് നമ്മളിലുള്ളൊരു വിശ്വാസം. അതെ, അത് തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ യൂത്ത്, പ്രത്യേകിച്ച് ടീനേജേഴ്സ് പാരൻസുമായിട്ടുള്ള അവരുടെ അകൽച്ചയിൽ അവർക്ക് വന്നു പോണ സ്വഭാവ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ സാധിക്കുക, വീണ്ടും അവരെ രമ്യപ്പെടുത്തുക. അവർ പല കാര്യങ്ങളും തിരിച്ചു വരുന്നു. അത് ഡ്രഗ്സ് ആവാം, അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളാവാം, അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ, സ്വഭാവ പ്രശ്നങ്ങളൊക്കെ ആവാം. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് വർഷങ്ങൾക്കകത്ത് ശരിയാവാതെ പോകുന്നു, അങ്ങനെ ഡിവോഴ്സ് ചെയ്യാനൊക്കെ അവരെ വിചാരിച്ച് വരുന്നു, അവരെ രമ്യപ്പെടുത്താൻ പറ്റുക അവർക്ക്, അങ്ങനെയുള്ള ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. പല വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഒരു ഭാഗം മാത്രമാണ്. ഹോസ്പിറ്റലിലെ ആ ഒരു ക്ലിനിക്കൽ വർക്ക് എൻ്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗം മാത്രമായിട്ട് ഞാൻ കാണുക. അതിനപ്പുറത്തേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ടീച്ചേഴ്സിന് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, യൂത്തിന് വേണ്ടിയുള്ള ഗൈഡൻസ്, സ്കൂളുകളിൽ ഇങ്ങനെ ഈ ടീനേജേഴ്സിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ബോധവൽക്കരണം, പ്രിവെൻറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണം, അതാണ് എൻ്റെ വിളിയുടെ ഉള്ളിലുള്ള വിളി ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ വെച്ച് ഇപ്പോൾ ഡോക്ടർ അഗസ്റ്റിൻ മുള്ളൂരാണ്, അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വെച്ചു. അപ്പോൾ ഞങ്ങൾ വ്യക്തിപരമായിട്ടല്ല എല്ലാം ചെയ്യുന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. കമ്മ്യൂണിറ്റി അപ്പോൾ ഒരാളുടെ ഒരു അങ്ങനെയല്ല അത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് സൈക്കോ സ്പിരിച്വാലിറ്റിയുടെ, അതായത് എന്താ പറയുക, ആത്മീയ മാനസിക സമ്പൂർണ്ണത, ആ ഒരു കാര്യത്തിൽ, ആ ഒരു ഫീൽഡിൽ നമുക്ക് സേവനം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഡോക്ടറോട് പോവും, പക്ഷേ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവ് ആളുകൾക്കില്ല, നമുക്ക് അവിടെ നിന്ന് തുടങ്ങണം എന്ന് അച്ഛൻ എന്നോട് പറയും. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നോ അത് എന്നോട് ഇങ്ങോട്ട് എന്നോടൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ടീമിനോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ആ പ്രോഗ്രാമിന് കനിവെന്ന് പേര് കൊടുത്തു. കനിവെന്ന പേരിൽ ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും, ഒന്ന്
എന്താ മനസ്സിനും വേണം ആരോഗ്യം എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മളിങ്ങനെ പാരിഷുകളിലും പല സ്ഥലങ്ങളിലും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഫാദർ ബോബി മറ്റൊരു സൈക്കോളജിസ്റ്റാണ്, ഡോക്ടറാണ്, അദ്ദേഹം എൻ്റെ കൂടെയുണ്ട്. വേറെ അച്ഛന്മാരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ ഈ അൽമായ പ്രേക്ഷിതർ, അതായത് ധ്യാന കേന്ദ്രങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ ശുശ്രൂഷ കൊടുക്കുന്ന, കൗൺസിലിംഗ് കൊടുക്കുന്നവർ, അവർക്ക് തീർച്ചയായിട്ടും ആത്മീയ അനുഭവമുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ അവർക്ക് ട്രെയിനിങ് ആവശ്യമുണ്ട്. അത് ശാസ്ത്രപരമായ കാര്യങ്ങൾ, അതുപോലെ കൗൺസിലിങ്ങിൻ്റെ ടെക്നിക്കുകൾ, പ്രൊഫഷണൽ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഉപ്പും വെളിച്ചം എന്ന് പറഞ്ഞിട്ട്, സോൾട്ട് ആൻഡ് ലൈറ്റ്, അങ്ങനെ ഒരു പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ 2 ബാച്ച് കഴിഞ്ഞു. 3ാമത്തെ ബാച്ച് ഈ മാസമാണ്. അപ്പോൾ 25 പേരെ എടുത്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് അവർ വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പതുക്കെ ഇങ്ങനെ വഴികൾ തുറന്നു വരുന്നു 2 തലത്തിലും. ഞാൻ 2 എൻജോയ് ചെയ്തു. വ്യക്തിപരമായിട്ടുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു കുടുംബമാണ് സന്തോഷിക്കുന്നത്. അത് വലിയൊരു തൃപ്തി തരുന്ന കാര്യമാണ്. നമുക്ക് ഞാനും പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ അതിൻ്റെ പൈസയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു ടച്ച് ഉണ്ട് അവിടെ. വ്യക്തിപരമായിട്ട് നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൽ തന്നെയാണ്. എനിക്ക് കേസ് ചെയ്യാൻ പറ്റണില്ലല്ലോ, പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും വലിയ റിസൾട്ട് ഉണ്ടാകാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഈ ഒരു തലത്തിലുള്ള ഒരു വർക്കും രണ്ടും അങ്ങനെ ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നത്, എളിമയോടെ വിചാരിക്കുന്നത് തന്നെ ദൈവം ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കനിവും അതുപോലെ ഉപ്പും വെളിച്ചവും അത് കനിവിൻ്റെ കീഴിലുള്ളൊരു പ്രോഗ്രാം. രണ്ട് പ്രോഗ്രാം എനിക്ക് തോന്നുന്നത് സമൂഹത്തിൽ നിന്ന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള 2 ഏരിയാസാണ് നിങ്ങൾ ടച്ച് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോട്ടെ. ഞാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, വിവിധ ജാതി മതസ്ഥരായ ആളുകൾ പോലും ഒരു വൈദികനിൽ ട്രസ്റ്റ് ചെയ്യുന്നു. കേരളത്തിലുണ്ടായിരുന്ന മനോഹരമായ ഒരു നല്ല കാര്യമാണത് ഇന്നുമുള്ള, അല്ലേ? പക്ഷേ നമ്മുടെ വൈദികരോട് ജാതി മത ഭേദമന്യേ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. അതുപോലത്തെ ഒരു ഗുണനിലവാരവും ജീവിത നിലവാരവും വൈദികരിൽ നിന്നും അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആളുകളെ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, ചിലപ്പോൾ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ധാരാളം കാണുന്നു. അത് മീഡിയാസ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ഈ കറുത്ത പാടുകൾ ഉണ്ടാവാതിരിക്കട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവരും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ട്രസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, എല്ലാവരും വലിയ മേന്മ പ്രതീക്ഷിക്കുന്ന ഗുണനിലവാരമുള്ള വൈദിക ജീവിതം ഒരിക്കലും മങ്ങിപ്പോവാതിരിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അവസാനത്തെ എൻ്റെ ഒരു ചോദ്യം, അച്ഛൻ കോൺഗ്രിഗേഷനെ കുറിച്ച് തീർച്ചയായിട്ടും ഒന്ന് പറയണമല്ലോ. കാരണം OCD കോൺഗ്രിഗേഷനെ കുറിച്ച്, എന്താണ് നമ്മുടെ കോൺഗ്രിഗേഷൻ, എന്താണ് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ, ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ ഷെയറിങ്ങിൽ അച്ഛന് പറഞ്ഞിരുന്നു, ഒന്ന് പറയാമോ? ഈ കേരള സഭയിൽ തന്നെ വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സഭ, ഇതൊക്കെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു അഭിമാനമൊക്കെ ഉണ്ട് ഉള്ളിൽ, എപ്പോഴും എവിടെ ചെല്ലുമ്പോഴും അതുണ്ട്. അഭിമാനത്തിനേക്കാൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ എവിടെ ചെല്ലുമ്പോഴും എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ആത്മീയവും മാനസികവുമായിട്ടുള്ള ആ ഒരു ശുശ്രൂഷ രണ്ടല്ല, രണ്ടും ഒരുമിച്ച് പോകേണ്ട കാര്യം. അപ്പോൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്, എന്നെക്കുറിച്ച് ചിലപ്പോൾ മറ്റുള്ളവർ പറയാറില്ല, അച്ഛൻ പഠിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്, അപ്പോൾ പ്രസംഗിക്കുകയല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്കും അതാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു ഉറപ്പ് എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. അത് ഈ സഭ എനിക്ക് തന്നിട്ടുള്ളതാണ്. കർമ്മലിത്ത സഭ എന്താ പറയുക, പല മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മീയ ശുശ്രൂഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. CRC ധ്യാനകേന്ദ്രം ഇതിൻ്റെ ഒരു തുടക്കമാണല്ലോ, ആത്മീയ എന്താണ് കാരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ആരംഭമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യവും ഈ കർമ്മലിത്ത ചൈതന്യത്തിൽ ജീവിക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ പ്രോഗ്രാം ഉപ്പും വെളിച്ചവും ചെയ്യുമ്പോഴും നമ്മൾ അവരെ തെരേസ്യൻ പ്രെയർ, സെൻറ്ററിങ് പ്രെയർ, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പോകാനായിട്ട് അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും കൂടി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ബോധ്യമുണ്ട്, പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യമുണ്ട്. അത് കർമ്മലിത്ത സഭ തന്നിട്ടുള്ള ഏറ്റവും വലിയ കൃപയാണ്. ഫാദർ രാജീവ് മൈക്കിൾ OCD എങ്ങനെയായി തീരണം, അല്ലെങ്കിൽ എങ്ങനെയായി അവസാനിക്കണം എന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നതെന്ന് അച്ഛൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തിരിച്ച്, അല്ലെങ്കിൽ അച്ഛൻ്റെ ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥന അച്ഛൻ എങ്ങനെ ജീവിച്ച് തീരണമെന്നാണ്? മുന്നോട്ട് പറയാൻ അറിയാൻ പാടില്ല, കാരണം എപ്പോഴും ദൈവം നയിക്കുന്ന വഴികളുണ്ട്. അത് പലപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് പിന്നീട് കാണുമ്പോഴാണ്. നമ്മൾ ചെയ്ത് പോകുന്നു പിന്നീട് കാണുമ്പോഴാണ്. എന്നാലും എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈ നിമിഷം ഈശോനെ വിളിച്ചാൽ സന്തോഷത്തോടെ പോകാൻ പറ്റും. അത് മരണമാണ് നമ്മുടെ ഏറ്റവും വലിയ സമർപ്പണം. നമ്മൾ മരിക്കുമ്പോൾ സങ്കടപ്പെടുവാണെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഈശോയുടെ അടുത്ത് പോകാൻ എനിക്ക് ആഗ്രഹം ആഴമായിട്ടില്ല. വിശുദ്ധർക്കതുണ്ടായിരുന്നു.
എനിക്കറിയില്ല, ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഞാൻ ഭയപ്പെടാൻ സാധ്യത, എനിക്ക് നല്ല അസുഖം വന്നാൽ ഞാൻ പേടിച്ചു പോകും. പക്ഷേ കുറച്ച് നാൾ മുമ്പ് എനിക്ക് ആത്മീയതയിൽ കുറേ കൂടി സ്ട്രോങ് ആയിരുന്നുകൊണ്ടാണോ അല്ലെങ്കിൽ ചെറുപ്പമായിരുന്നുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ മരണത്തെ പേടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അവസരം, മരണത്തെ ഭയമില്ല, ഈശ്വര അടുത്തേക്ക് പോകാനായിട്ട് എനിക്ക് ധൈര്യമുണ്ട്. എനിക്ക് ആ വിശ്വാസം എല്ലാത്തിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഒരു ആകാശത്തെ കാണാനും സ്വപ്നം കാണാനും പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. അതിൽ കുറവുണ്ടെങ്കിൽ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖിതനായിരിക്കുകയും ചെയ്യും. അതെനിക്കറിയാം. ഈശോ എപ്പോൾ വിളിച്ചാലും തിരിച്ചു പോകാൻ, സന്തോഷപൂർവ്വം തിരിച്ചു പോകാൻ ഒരുങ്ങി ജീവിക്കുന്ന ഒരു നല്ല വൈദികൻ, എന്നും ഈശോയുടെ ഇഷ്ടം മാത്രം തേടുന്ന, അല്ലെങ്കിൽ ഈശോ നയിക്കുന്ന വഴികൾ അറിഞ്ഞു മുന്നോട്ട് പോകുന്ന ഒരു വൈദികനാണ് ഫാദർ രാജീവ്. അച്ഛൻ എന്നും ഈ ചേർന്ന് നിൽപ്പ്, അച്ഛൻ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ആദ്യ എപ്പിസോഡിൽ ഒരു വൈദികൻ എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ്, സന്തോഷമുള്ള കാര്യമെന്ന് പറഞ്ഞ് ഈശോയോട് ചേർന്ന് നിൽക്കുകയാണ്. അതില്ലെങ്കിൽ ഒന്നുമില്ല. ആ ചേർന്ന് നിൽപ്പ് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. ശാലോം ടി വിയുടെ ജോഷു എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിന്, അതിലേറെ ഹൃദ്യമായ പങ്കുവെക്കലുകൾക്ക് ഏറെ നന്ദി. താങ്ക് യു. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.